റോമേഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കാർ ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം എന്തിനാണ് കാറിൻ്റെ വീല് അലൈൻമെൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അത് ടയർ മൈലേജിനെ എങ്ങനെ ബാധിക്കും, അത് നമ്മുടെ റൈഡിങ് സുഖത്തെ എങ്ങനെ ബാധിക്കും, നമ്മുടെ സേഫ്റ്റി എങ്ങനെ ബാധിക്കും, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പുതുതായിട്ടൊരു വാഹനം മേടിക്കുക, അല്ലെങ്കിൽ ടയർ മാറി നമ്മളൊരു വാഹനം അധികം നേരം നമ്മൾ ഓടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10-10,000 കിലോമീറ്ററിൽ ഓടിക്കുമ്പോൾ വാഹനത്തിന് ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അതായത് നമ്മുടെ ഡ്രൈവിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൈവിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ഓടിക്കുകയാണെങ്കിൽ റോഡിൻ്റെ ഒരു സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ സ്റ്റിയറിംഗ് പിടിച്ചെന്ന് പറഞ്ഞാലും വണ്ടി നേരെ ഓടുമ്പോഴും സ്റ്റിയറിങ്ങിന് ഒരു ചെറിയ ചിലവ് തോന്നാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ടയറുകൾ നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് വെട്ടിത്തേഞ്ഞിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അതുപോലെ തന്നെ പ്ലേ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം നമ്മുടെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു കൺട്രോളും ടയറിൻ്റെ രീതികളും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് അതിൻ്റെ അലൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മാറുന്നൊരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ വീൽ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സാധാരണ വീൽ അലൈൻമെൻറ്റ് എന്ന് പറയുമ്പം വീലിനെ അലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വീലിനെ അല്ല ആക്ച്വലി അലൈൻ ചെയ്യുന്നത്, വണ്ടിയുടെ സസ്പെൻഷൻ മെക്കാനിസത്തോടുകൂടി നമ്മുടെ ടയറിനെ അലൈൻ ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് വീൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ വീൽ അലൈൻമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 4 ടയറും ഒരുപോലെയല്ല ഒരു വണ്ടിയിൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പറയുമ്പം വിശ്വസിക്കത്തില്ല, കാരണം നമുക്കത് പെട്ടെന്ന് നമ്മുടെ കാഴ്ചയിലേക്ക് നമുക്കത് മനസ്സിലാകത്തില്ല 4 ടയറുകളും ഒരുപോലെ അല്ല എന്ന് പറയുമ്പോൾ. കാരണം ചില പ്രത്യേക ആംഗിളുകളിലാണ് ഈ ടയറുകൾ തിരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പയുടെ ഓട്ടോ നമ്മൾ പുറകിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ടയർ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് കാണാം. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നിരന്ന്, ഇപ്പം നമ്മൾ ഈ കാറിൻ്റെ ടയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ നിരന്നാണ് ഇരിക്കുന്നത്. പക്ഷേ പല വണ്ടികളുടെ ടയറുകൾ ഇടത്തോട്ടും വലത്തോട്ടും അകത്തേക്കും പുറമേലേക്കും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് എന്തിനാണ് എന്ന് നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം. അപ്പം ടയർ അലൈൻമെൻറ്റ് ആക്ച്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ശരിക്കുമുള്ള സ്റ്റിയറിംഗ് കൺട്രോളിന് വേണ്ടിയാണ് നമ്മൾ ടയർ അലൈൻ ചെയ്യുന്നത്. അതുപോലെ വണ്ടിയുടെ സുഗമമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ വളവുകൾ എടുക്കുമ്പോൾ നമ്മളതിനെ കോൺട്രിങ് എബിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വളവുകൾ എടുക്കുമ്പോൾ വാഹനത്തിൻ്റെ കൺട്രോൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ടയറിനെ അലൈൻ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു വളമാണ് എടുക്കുന്നിരിക്കട്ടെ, വളവെടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ളൊരു വളവാണ്. അപ്പോൾ നമ്മൾ വാഹനം വളരെ വേഗത്തിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വളയുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൃത്താകൃതിയിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഒരു ആക്ഷൻ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4 ടയർ ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും അകത്ത് ടയർ എന്ന് പറഞ്ഞാൽ വളവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ടയർ, അത് ഫ്രണ്ട് ആക്സിൽ വരുവാണെന്നാണ്. അപ്പോൾ ഫ്രണ്ടിലാണ് ഡ്രൈവിംഗ് വീൽ എന്നുണ്ടെങ്കിൽ ആ വശത്ത് വരുന്ന ടയറിന് കൂടുതലായിട്ട് ഒരു ഫ്രിക്ഷൻ വരികയും വാഹനത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയുടെ കോൺഷ്യൻ്റ് വ്യത്യാസം വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കമ്പനികൾ പ്രത്യേക ആംഗിൾസ് സെറ്റ് ചെയ്യും. അപ്പോൾ 3 തരത്തിലുള്ള ആംഗിൾസാണ് സെറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ക്യാംബർ ആംഗിൾ എന്ന് പറയും, രണ്ടാമത്തെ ആംഗിളിനെ കാസ്റ്റർ ആംഗിൾ എന്നും, മൂന്നാമത്തെ ആംഗിളിനെ ടോ ആംഗിളും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ക്യാംബർ, കാസ്റ്റർ, ടോ എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ക്യാംബർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ, ഇപ്പോൾ ഇരിക്കുന്ന ഈ 2 ടയറുകൾ ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത്, ആ ടയറുകൾ ഞാൻ സ്ട്രെയിറ്റ് പൊസിഷനിൽ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ അലൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ അലൈൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അലൈൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ചില സ്പോർട്സ് വാഹനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ടയർ ഇങ്ങനെ മേക്കോന്നിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ ആപ്പയുടെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടയർ അകത്തേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആംഗിൾസിനെ സെറ്റ് ചെയ്യുന്നതിനാണ് ക്യാംബർ ആംഗിൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ആംഗിൾസ് ഉണ്ട്. ഒന്ന് നെഗറ്റീവ് ക്യാംബർ ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് ക്യാംബർ ഉണ്ട്. സാധാരണ നമ്മൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉള്ള വാഹനങ്ങൾക്കകത്ത് കൂടുതലായിട്ട് വരുന്നത് പോസിറ്റീവ് ക്യാംബറും ബാക്ക് വീലിൽ വരുന്നതിനകത്ത് നെഗറ്റീവ് ക്യാംബറുമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാംബർ വരുന്നതിനനുസരിച്ച് ഒരു വളവ് വീശുന്നതിനനുസരിച്ച് ഫ്രണ്ടിൽ ഡ്രൈവ് വരുന്നതാണെങ്കിൽ പോസിറ്റീവ് ക്യാംബറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പോസിറ്റീവ് ക്യാംബർ വരുമ്പം ആ വളവ് നമ്മൾ വീശുന്ന സമയത്ത് ടയർ പുറത്തേക്കാണല്ലോ തള്ളി നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. ബാക്ക് വീൽ വരുമ്പോഴത്തേന് നെഗറ്റീവ് ക്യാംബറാണ് കൊടുക്കുന്നത്. അതേപോലെ അടുത്തൊരു ആംഗിൾ എന്ന് പറയുന്നതാണ് കാസ്റ്റർ ആംഗിൾ. അപ്പം ക്യാംബർ ആംഗിളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ ക്യാംബർ ആംഗിൾ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് 4 വീലുകൾക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ എല്ലാ വണ്ടികൾക്കും എല്ലാ ആംഗിളും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓരോ കമ്പനികൾ പറയുന്ന സ്പെസിഫിക്കേഷൻ ഉണ്ടാകും. അത് നമുക്ക് കൂടുതലായിട്ട് അലൈനിങ് മെഷീനിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇനി കാസ്റ്റർ ആംഗിളിനെ കുറിച്ച് പറഞ്ഞുതരാം. കാസ്റ്റർ ആംഗിൾ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്രണ്ട് ടയർ ആണെങ്കിലും നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ടയറും അതുപോലെ അതിൻ്റെ ഒരു വേർട്ടിക്കൽ ലൈനും സ്റ്റിയറിംഗ് ആക്സിസിൻ്റെ ലൈനും തമ്മിൽ ചേരുന്ന ഒരു
ഒരു ആംഗിളാണ് ഈ കാസ്റ്റർ ആംഗിൾ എന്ന് പറയുന്നത്. മെയിനായിട്ട് കാസ്റ്റർ ആംഗിളിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് നമ്മളൊരു വളവ് വീശി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുത്ത് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് തിരിച്ച് കറങ്ങി വരുന്ന ഒരു രീതിയുണ്ട്, കൃത്യമായിട്ട് സെൻറ്ററിലേക്ക് വരും. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന ആംഗിളാണ് ഈ കാസ്റ്റർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ കാസ്റ്റർ ആംഗിൾ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം ഒരു സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ കാസ്റ്റർ നമ്മൾ വണ്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കൂടുതലായിട്ട് പോസിറ്റീവ് കാസ്റ്ററാണ്. അതായത് വാഹനത്തിൻ്റെ ഈ അകത്തെ വശത്തേക്കായിരിക്കും ഈ ഒരു കാസ്റ്റർ ആംഗിൾ വരുന്നത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നു കഴിഞ്ഞാൽ കുറേ പാരാമീറ്റേഴ്സിന് ബുദ്ധിമുട്ടാകും. ഓക്കെ, അപ്പം ഈ ഒരു കാസ്റ്റർ ആംഗിൾ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നിങ്ങളുടെ വാഹനം ഒരു സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ കാസ്റ്റർ ആംഗിൾ കംപ്ലൈൻ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം, അലൈൻമെൻറ്റ് ചെയ്യണം. അടുത്തതായിട്ട് വരുന്നത് ടോ ആംഗിളാണ്. ടോ ആംഗിൾ എന്ന് പറയുന്നത് ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് വാഹനത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ മാത്രമേ ടോ ആംഗിൾ കാണാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ക്യാംഫർ ആംഗിൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോ ആംഗിൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വാഹനങ്ങളിനകത്ത് ഈ ടോ ആംഗിൾ സെറ്റ് ചെയ്യുന്നതും ഇതേപോലെ തന്നെ വാഹനത്തിൻ്റെ സ്മൂത്തറായിട്ടുള്ള സ്റ്റിയറിങ്ങിന് വേണ്ടിയാണ്. അപ്പം പൊതുവായിട്ട് നിങ്ങൾ ഇത്ര സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഈ വാഹനത്തിനകത്തിരിക്കുന്ന ഈ സസ്പെൻഷൻ്റെ ആംഗിൾസുമായിട്ട് ടയറിനെ കൃത്യമായിട്ട് അലൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഒരു വീൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് ഓരോ വണ്ടിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ മാരുതിയുടെ സെലീറിയാണ്. ആ സെലീറിയയിൽ എങ്ങനെയാണ് ഈ ആംഗിൾസ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനൊരാളെ പരിചയപ്പെടുത്താം, നവീൻ അല്ലേ? ഓക്കെ, നവീനാണ് നമുക്ക് വേണ്ടി നമ്മുടെ കാറിൻ്റെ അലൈൻമെൻറ്റ് ചെയ്തു തരുന്നത്. അപ്പം ഇവിടെ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യണം? 6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. അതെ, അപ്പോൾ നമ്മൾ ഈ കാർ, അതായത് ഇപ്പോൾ മാരുതിയുടെ സെലീറി എന്ന് പറഞ്ഞ മോഡലാണ്, ഇതിൻ്റെ വീൽ അലൈൻമെൻ്റ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം ടയറിൻ്റെ എയർ ഒന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ആയിട്ട് എയർ ചെക്ക് ചെയ്തതിന് ശേഷം ടയർ എങ്ങനെയാണെന്നുള്ളത്, ടയറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കണം. 4 ടയറും എങ്ങനെയാണ് കണ്ടീഷൻ എന്നുള്ളത്, ടയർ അകം പിടിച്ചിട്ടുണ്ടോ പുറം പിടിച്ചിട്ടുണ്ടോ നോക്കണം, വെട്ടി തേച്ചിട്ടുണ്ടോ നോക്കണം. അതായത് എന്തുകൊണ്ടാണ് അത് വെട്ടി തേയുള്ള കാരണം, അലൈൻമെൻറ്റിൻ്റെ ആണോ പ്രോബ്ലം ആണോ, അത് വേറെ മെക്കാനിക്കൽ സെക്ഷൻ ആണോ, അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു ടയർ വെട്ടി തേയാനുള്ള ഒരു വെട്ടി മെയിനായിട്ടും ബുഷുകൾ കംപ്ലൈൻറ്റ് വന്നാലും, ലോവർ ആം അപ്പർ ആം അങ്ങനെ ബുഷുകൾ കംപ്ലൈൻറ്റ് വന്നാലും വെട്ടി തേയാം. പിന്നെ അലൈൻമെൻറ്റിൻ്റെ ഒരു ശതമാനമാണ്, അലൈൻമെൻ്റ് ഒരു ഭാഗമാണ് അത് വെട്ടി തേയുന്നത്. അതെ, അങ്ങനെ അത് അതായത് ക്യാമ്പർ ടോ ഇത് ഇത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞാലും വെട്ടി തേയാം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ളത് റൊട്ടേഷൻ ചെയ്യാനുണ്ടോ ടയർ, പിന്നെ എങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ നോക്കിയിട്ട് ഇനി മാറാറായോ ടയർ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കറക്റ്റ് റാമ്പിലായിട്ട് കേൾക്കുന്നത്. അതായത് കസ്റ്റമറുടെ ഫുൾ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും എന്തൊക്കെ ചെയ്യാനുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വണ്ടി അകത്ത് കയറ്റിയിട്ട് ബാക്കി ചെയ്യുന്നത്, അതായത് കറക്റ്റ് ലിഫ്റ്റിന് കറക്റ്റ് അലൈൻ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ വണ്ടിയുടെ അലൈൻമെന്റ് കൃത്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിന്റെ ഡ്രൈവിംഗ് സ്മൂത്ത് ആവും അല്ലേ? അതെ, ഡ്രൈവിംഗ് സ്മൂത്ത്. പക്ഷേ അലൈൻമെന്റ് കൊണ്ട് മാത്രമേ ഇതിന്റെ പ്രശ്നങ്ങൾ തീരും. അതായത് നമുക്ക് മെക്കാനിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, നമ്മൾ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലൈൻമെന്റ് ചെയ്താലും കറക്റ്റ് ആവും? ഇല്ല, ആക്സിഡന്റ് ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പണിയാണ്. അതെ, മെക്കാനിക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വരുന്ന ഒരു ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞതുപോലെ ഫിനിഷിംഗ് പണിയാണ് അലൈൻമെന്റ് എന്ന് വരുന്നത്. കാരണം നമ്മൾ മെക്കാനിക്കൽ പണി ഉണ്ടായിരുന്നിട്ട് അലൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം ആദ്യം മെക്കാനിക്കൽ പണിയെല്ലാം തീർത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അലൈൻമെന്റ് ചെയ്യേണ്ടത്. അലൈൻമെന്റ് മാറാനുള്ള ചാൻസസ് എങ്ങനെ, സാധാരണ രീതിയിൽ എങ്ങനെയാണ് അലൈൻമെന്റ് മിസ്സാവുന്നത്? അതായത് നമ്മൾ ഓടി വരുന്ന സ്പീഡിൽ വന്ന് കട്ടറിൽ വീഴുക, ഹമ്പ് ചാടുക, പിന്നെ ബുഷിന് വരുന്ന തേയ്മാനം, ബുഷിന് വരുന്ന തേയ്മാനം പൊസിഷൻ വ്യത്യാസം വരുന്നതനുസരിച്ച് ടയറിന്റെ പൊസിഷൻ മാറാം. അങ്ങനെ വരുന്നതാണ് കൂടുതൽ അലൈൻമെന്റ് വ്യത്യാസം വരുന്നത്. ഇനി അലൈൻമെന്റ് നമ്മൾ എത്ര നാൾ ഓടുമ്പോഴാണ് ചെയ്യേണ്ടത്? എത്ര കിലോമീറ്റർ ഓടുമ്പോഴാണ് അലൈൻമെന്റ്? നമ്മൾ ആ റോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5000 കിലോമീറ്റർ വെച്ച് അല്ല 5000 കിലോമീറ്റർ അലൈൻമെന്റ് ചെയ്യുന്നതല്ലാണ്. ചെയ്ത് കഴിഞ്ഞാൽ ടയറിന് കൂടുതൽ ലൈഫ് കിട്ടും, കുറച്ചുകൂടെ നമ്മൾ നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ദിവസവും രാവിലെ ചെയ്യേണ്ട ചില ചെക്കപ്പുകൾ എന്താ? നമ്മൾ ടയറുകൾ നോക്കണം അല്ലേ? അപ്പോൾ അകത്താണോ 4 ടയറും ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ സ്റ്റിയറിംഗ് ഫുള്ള് ഒരു സൈഡിലോട്ട് തിരിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം അലൈൻമെന്റ് വ്യത്യാസം ഉണ്ടോ ഇല്ലെന്ന്. അതായത് ഗ്രിപ്പ് 2 സൈഡും ഗ്രിപ്പ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഒരു സൈഡ് ഫുള്ള് തേയ്മാനം ഉണ്ടെങ്കിൽ, അക സൈഡ് തേയ്മാനം ഉണ്ടെങ്കിൽ അലൈൻമെന്റ് പ്രോബ്ലമാണ്. അകവും പുറവും പിടിക്കാം. അപ്പോൾ അത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം. അതെ, ടോ ക്യാമറ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വെട്ടി പിടിക്കുന്നത്. അങ്ങനെ തേയ്മാനം വരുന്നത്. അപ്പം അതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാ വണ്ടികൾക്കും എല്ലാ ആംഗിൾസും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെ, ചില വണ്ടികൾക്ക് എന്താ പറയുന്നത് ടോ ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയാറുണ്ട്. ചിലത് കാസ്റ്റർ എന്താണെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും, നല്ലതായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് റിട്ടേൺ വരുള്ളൂ അല്ലേ? അതെ, കാസ്റ്റർ സത്യം പറഞ്ഞാൽ കാസ്റ്ററും ക്യാമ്പറും മിക്ക വണ്ടിക്കും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, വരുന്നില്ല. നമുക്ക് ഈ സെലിവറി എടുത്താൽ തന്നെ കാസ്റ്ററും ക്യാമ്പർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല. അതായത് ടോ മാത്രമേ വരുന്നുള്ളൂ. അതായത് നമ്മൾ ക്യാമ്പർ കൂടെ ഇത്തിരി ഒരു പക്ഷേ ക്യാമ്പർ പോസിറ്റീവിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടോയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ തേയ്മാനം കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് ടോയിൽ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ക്യാമ്പർ
നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ടോയ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നെഗറ്റീവ് ആയി വെച്ചു കൊടുക്കും. അതായത് ആ ചരിവിനനുസരിച്ച് അകത്തോട്ട് വരുന്നതനുസരിച്ച് തേയ്മാനം അല്പം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഈ വണ്ടിയുടെ അലൈൻമെന്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഏകദേശം സർവീസ് ആകാറായിട്ടുണ്ട്. കാരണം 10,000 കിലോമീറ്റർ ഇതിന്റെ സർവീസ് വരുന്നുണ്ട്, 70,000 സർവീസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതിന് മുമ്പ് നമുക്ക് ഈ സ്ഥാപനത്തിലേക്ക് വന്നത്, കാരണം ജെറിൻ സാറുമായിട്ട് ഒരു ബന്ധം, കാരണം ഇലക്ട്രിക് ഓട്ടോയുടെ ഡീലേഴ്സ് നിങ്ങൾ കേരളത്തിലെ 1 year old ഡീലർ നിങ്ങളാണ്. നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ തന്നെ വന്ന് ഇത് ചെയ്യാൻ പറ്റുന്നൊരു സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വാഹനത്തിന് എന്തൊക്കെ അലൈൻമെൻറ്റ്സ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, എന്തൊക്കെ ആംഗിളാണുള്ളത്? നമുക്ക് ഈ ഇതിനെന്ന് പറയുമ്പോൾ സിലിണ്ടറിക്ക് വരുന്നത് ടോ മാത്രമേ ഉള്ളൂ. ടോ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാന്നുള്ളത് തന്നെ നമുക്ക് റീഡിങ് നോക്കാം. ക്യാമ്പർ ഒരുപാട് ഔട്ട് ആണെങ്കിൽ നമുക്ക് മെക്കാനിക് സെക്ഷനിലോട് വിടേണ്ടി വരും. കാരണം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, ടയർ പിടിച്ച് പോകത്തേ ഉള്ളൂ. കാരണം അത് എന്താണ് കംപ്ലൈൻറ്റ്, ഷോക്കാണോ, അത് ഇവിടെ ആക്സിഡന്റ് പറ്റിയ വണ്ടിയാണോ, ബെൻഡിങ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറയും. ഓക്കെ, നമ്മൾ ഈ വണ്ടി റാമ്പിലോട്ട് കയറ്റാൻ പോകണം. അതിന് മുമ്പ് നമുക്ക് ഈ മെഷീനെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? ഇതല്ലേ വീൽ അലൈൻമെന്റ് ചെയ്യുന്ന മെഷീൻ? അതെ, വീൽ അലൈൻമെന്റ് മെഷീൻ. അതായത് ഹണ്ടറിന്റെ മെഷീനാണ്. ഇറ്റാലിയൻ മെഷീൻ, ഇറ്റാലിയൻ കമ്പനി, ഇറ്റാലിയൻ ജർമ്മനി ഇതെല്ലാം അവിടെ നിന്ന് വരുന്ന പ്രോഡക്റ്റ് അവിടെ നിന്ന് വരുന്നതാണ്. അതായത് നമ്പർ 1 ആണ്, ഇന്ത്യൻ കമ്പനി നമ്പർ 1 ആണ്. അതായത് നമ്പർ 1 കമ്പനിയാണ്. നമ്മൾ ഇതിൽ കറക്റ്റ് പോയിന്റ് വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പക്കയായിരിക്കും. ധൈര്യമായിട്ട് ചെയ്യാം. ധൈര്യം വേറെ ഒന്നും പേടിക്കാനില്ല. കറക്റ്റ് കമ്പനിയാണ്, അത് ധൈര്യമായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ റാമ്പ് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ റാമ്പിനകത്ത് ഇവിടെ ഒരു വട്ടം പോലൊരു സാധനം കണ്ടുണ്ട്. ഇതൊക്കെ എന്നാണ്? അതായത് നമ്മൾ കറക്റ്റ് ടയർ വരേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് വരേണ്ടത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട വണ്ടി കയറ്റി നിർത്തി കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് സെൻസർ 4 സെൻസർ അടിക്കും. 4 സെൻസർ ടാർഗറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വണ്ടിയുടെ ഏത് വണ്ടിയാണെന്നോ ചെക്ക് ചെയ്തിട്ട് മോഡൽ ഏതാണെന്ന് കസ്റ്റമറോട് ചോദിച്ചോ നമ്മൾ ഡീറ്റെയിൽ കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം കമ്പ്യൂട്ടറിൽ റീഡിങ് അടിച്ചിടും. അതായത് കമ്പനി വരുന്ന റീഡിംഗ് ഉണ്ട്, ഓരോ വണ്ടി ഇറങ്ങുമ്പോഴും അതായത് ഓരോ റീഡിംഗ് ഉണ്ട്. ആ റീഡിംഗ് നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ചതിന് ശേഷം 4 സെൻസർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് റണ്ണൗട്ട് എടുക്കും. റണ്ണൗട്ട് എടുത്തതിന് ശേഷം അപ്പോഴും അടുത്ത് വരുന്നതാണ് ഈ 2 പിന്നുണ്ട്. ഈ 2 പിന്ന് നമ്മൾ ഊരിയതിന് ശേഷമാണ് അലൈൻമെന്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ഒരു പ്ലേ നമുക്ക് കിട്ടണം അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് റാമ്പിലേക്ക് കയറ്റാം അല്ലേ? റാമ്പിലേക്ക്. അപ്പോൾ നമ്മൾ റാമ്പിൽ വണ്ടി കയറ്റി നിർത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്ത് ടയർ പ്രഷർ ചെക്ക് ചെയ്തു. അപ്പം ഇതിൻ്റെ ടയർ പ്രഷർ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ 36ഉം ബാക്കിൽ 33 ആണ്. അത് മിക്കവർക്കും ടയർ പ്രഷർ പലർക്കും അറിയത്തില്ല. നമ്മുടെ ശരിക്കും പറയാൻ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ സൈഡിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? നമ്മൾ 36ഉം 33ഉം വെച്ച് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണേ? അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് സെൻസർ ടാർഗറ്റ് ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഫസ്റ്റ്. അതൊക്കെ ചെയ്തതിന് ശേഷമാണ് വണ്ടി നമ്പർ ഏത് മോഡലാണെന്നുള്ളത്. നമ്മളിപ്പം വണ്ടി മാരുതി സിലോറിയാണ്. എൻ്റെ റീഡിംഗ് ഇപ്പം നമ്മളിലുണ്ട്. അത് പഠിച്ചിട്ട് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, നമ്മളിത് വാഹനത്തിൻ്റെ വീലിൻ്റെ റിമ്മിലോട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഓക്കെ. എന്താണ് നമുക്ക് സെൻസർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫിറ്റ് ചെയ്തതിന് ശേഷം സെൻസർ കറക്റ്റ് പൊസിഷനിൽ വെക്കും. ശരി, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ആ ഹൈറ്റിലേക്ക് ഈ സാധനം കൊണ്ടുവരികയാണ്. അതെ, കറക്റ്റ് ആ ഹൈറ്റ് കറക്റ്റ് കൊണ്ടുവരണം. ഓക്കെ, നമ്മൾ സെൻസർ ഫിറ്റ് ചെയ്തതിന് ശേഷം പൊക്കും. ശരി. അപ്പം 4 സെൻസറും 4 വീലുകൾക്ക് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ ഈ കാണുന്ന മെഷീൻ്റെ സെൻസറുമായിട്ട് അത് അലൈൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ടയറിനുള്ളാകുന്ന വ്യത്യാസങ്ങളും റീഡിങ്സും കംപ്ലീറ്റ് നമുക്ക് ആ മെഷീനിലേക്ക് വരും. അതിൻ്റെ ഒരു ക്ലോസർ ഷോട്ട് നമുക്ക് ഈ സെൻസറുകളെല്ലാം വെച്ചതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ റീഡിങ്സ് എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. സെൻസർ 4 ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ചെയ്യുന്നത് ആദ്യമായി വണ്ടി നമ്പർ, അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ മോഡൽ ഏതാണെന്ന് നോക്കും. വണ്ടിയുടെ നമ്മളിപ്പോൾ മാരുതി സിലറിയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കിലോമീറ്റർ അടിച്ച് ടൈപ്പ് ചെയ്തിടും. അത് കഴിഞ്ഞിട്ട് ടെക്നീഷ്യൻ്റെ പേരും. ഇത് ഇത്രയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ അതിലോട്ട് പോവാം. ഇനിയിപ്പം കറക്റ്റ് നമുക്ക് ആ മുകളിൽ ലേസറിന് കണക്കാക്കി സെൻസർ വണ്ടി പൊക്കി കൊടുക്കണം. ലിഫ്റ്റ് ചെയ്യണം. വണ്ടി ലിഫ്റ്റ് ചെയ്യണം. ചെയ്യണം. 4 സെൻസറും 4 വീലുകൾക്ക് ഫിറ്റ് ചെയ്യാൻ പോവാണ്. 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 4 സെൻസറും 4
നമ്മൾ 4 സെൻസർ ഫിറ്റ് ചെയ്തു. ഇപ്പോൾ കറക്റ്റ് റീഡിംഗ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം കറക്റ്റ് അടുത്തതിലോട്ട് പോവുകയാണ് നമ്മൾ. അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി കുറച്ച് ബാക്കിലോട്ടും മുന്നോട്ടും റണ്ണൗട്ട് എടുക്കേണ്ടതാണ് അടുത്തായിട്ട്. അത് വന്നിട്ടുണ്ട്, പൊസിഷൻ വന്നിട്ടുണ്ട്, റണ്ണൗട്ടാണ്. അതായത് നമ്മൾ വണ്ടി ബാക്കിലോട്ട് എടുക്കുകയാണ്, റണ്ണൗട്ട് എടുക്കുക. അടുത്ത് മുന്നോട്ട് എടുക്കുകയാണ്. ഇതാണ് അലൈൻമെൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ അടുത്ത് ചെയ്യുന്നതാണ് സ്റ്റിയറിംഗ് കറക്റ്റ് സെൻറ്റർ ചെയ്ത് ലോക്ക് ചെയ്യുക. അതിന് ശേഷമാണ് താഴെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കറക്റ്റ് റീഡിങ് എന്തൊക്കെ കുഴപ്പമുണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ 4 ടയർ നിൽക്കുന്ന ആംഗിൾസ് ആണ് കാണിക്കുന്നത്. നവീൻ പറയാൻ നമ്മുടെ വണ്ടിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടോ? വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ കാണിക്കുന്നത് ക്യാമ്പർ, കാസ്റ്റർ, ടോ, ഇതിൽ 3ലും വ്യത്യാസം കാണിക്കുന്നുണ്ട്. ക്യാമ്പർ, കാസ്റ്റർ, ടോ അല്ലേ? അതെ. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതെന്ന് പറയുമ്പോൾ ടോയ് മാത്രമേ ഉള്ളൂ. അതായത് ക്യാമ്പർ എന്നുള്ള വലിയ വിഷയമല്ല, വലിയ പ്രശ്നമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം വണ്ടിക്ക് എന്തെങ്കിലും സസ്പെൻഷൻ വൈസ് കംപ്ലൈന്റ് ഉണ്ടാവും? ഇല്ല. ഇത് ചെറിയ മൈന്യൂട്ടായിട്ട് കംപ്ലൈന്റ് വരുന്നുണ്ട്. ഇത് വലിയ പ്രശ്നം വരത്തില്ല വണ്ടിക്ക് പ്രശ്നമില്ല. ഈ റീഡിങ് വലിയ കുഴപ്പമില്ല. കാരണം ഏകദേശം ക്യാമ്പർ എന്ന് പറയുമ്പോൾ 2 ഡിഗ്രിയോളം ചരിവ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ടയറിന് പിടുത്തം വരുന്നതും. 1 ഡിഗ്രിക്ക് താഴെ ഉള്ളൂ. ഇത് കുഴപ്പമില്ല, നമുക്ക് വലിയ വിഷയം വരുന്നില്ല. ക്യാഷും വലിയ കുഴപ്പമില്ല. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വണ്ടി വേറെ തിരിവ് അങ്ങോട്ട് ഇടത്തോട്ടും വലത്തോട്ടും പോകാത്തതുകൊണ്ട് ഇതും വലിയ വിഷയമില്ല. അഡ്ജസ്റ്റ്മെന്റ് വലിയ പ്രശ്നമില്ല. അതായത് സ്റ്റിയറിംഗ് നമുക്ക് ഇപ്പോൾ ഈ റീഡിംഗ് പറയുന്നത് പറഞ്ഞാൽ സ്റ്റിയറിംഗ് പൊടിക്ക് നമുക്ക് വലത്തോട് ചരിവുണ്ട്, വണ്ടി ചരിവുണ്ട്. അത് നമുക്ക് റെഡിയാണ്. അത് വരുന്ന ഈ കട്ടർ ആടുന്നതും ഹമ്പില് ഈ വരുന്ന വ്യത്യാസമാണ്. അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് റോഡ് സ്റ്റിയറിംഗ് വിട്ട് വണ്ടി ഓടിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ സ്റ്റിയറിംഗ് സെന്റർ ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് വണ്ടി സ്റ്റിയറിംഗ് ചരിവുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ വണ്ടിയുടെ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ടോ ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ടോ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം റെഡിയാവും. അതായത് നമുക്ക് ക്യാമ്പർ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, നമുക്ക് ടോ മാത്രമേ ചെയ്യാൻ പറ്റും. അതെ, ഫ്രണ്ട് ടോ. ടോ ഇൻ ആണോ ടോ ഔട്ട് ആണോ ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ടോ ഇന്നാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടുത്തെ റീഡിങ്സ് പറയുന്നതല്ലേ -0.3 mm വരെ ടോ ഇൻ ചെയ്യാൻ. ടോ ഇൻ നമുക്ക് ചെയ്യേണ്ടത്. കാരണം ക്യാമ്പർ ഇത്തിരി അകത്തോടെ നിൽക്കുന്നതുകൊണ്ട് ക്യാമ്പർ നെഗറ്റീവാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം നമുക്ക് ടോയും നെഗറ്റീവിലോട്ട് വെക്കണം. നമ്മൾ എന്താണ് വണ്ടിക്ക് അത് ചെയ്യുന്നത്? അതായത് സ്റ്റിയറിംഗ് എൻഡിലാണ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. അതാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സ്റ്റിയറിംഗിന്റെ എൻഡ് എന്ന് പറയുന്നത്. ഇതിലാണ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. അലൈൻമെന്റ് വ്യത്യാസം വരുന്ന പറയുമ്പോൾ ഈ വരുന്ന ബുഷിന് വരുന്ന തേയ്മാനം, അങ്ങനെ വരുന്ന ഷെല്ലാൽ, അതായത് ലോറാം എന്ന് പറയും. നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അവിടെ റീഡിങ് മാറും. അപ്പോൾ നവീനെ, അപ്പം നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻസ് നോക്കിയപ്പോൾ അതിനകത്ത് ടോയുടെ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അല്ലേ? ടോയുടെ വ്യത്യാസങ്ങളുണ്ട്. നമ്മളത് കറക്റ്റായിട്ട് എന്ത് തിരിച്ചപ്പോഴും അത് കറക്റ്റ് ചെയ്ത് സ്റ്റിയറിംഗിന്റെ എൻഡ് അല്ലേ, ലെഫ്റ്റും റൈറ്റും ഉള്ള പാരാമീറ്റേഴ്സ് ടയറിലേക്കുള്ള ഇത് ആ റോഡ് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ടോ കറക്റ്റ് ആയത്. ഇപ്പൊ നമ്മുടെ അത് മാത്രമല്ല, ക്യാമ്പറും കാസ്റ്റർ ആംഗിൾ ഈ വണ്ടിയുടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഫിക്സഡ് ആണ്, കമ്പനി അതല്ലേ. ഈ സ്ട്രട്ടൊക്കെ വരുന്ന വണ്ടികൾക്ക് കൂടുതൽ അങ്ങനെ ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നോവ പോലെ വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് ടൊയോട്ടയുടെ മിക്ക വണ്ടി വരുന്നത് ഇന്നോവ, തവേര അങ്ങനെയുള്ള വണ്ടികൾക്കെല്ലാം വരുന്നുണ്ട്. ക്യാമ്പർ, കാസ്റ്റർ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ ടോ എന്ന് പറയുന്ന പച്ച കളറിലേക്ക് വന്നിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് ആ നിശ്ചിത റീഡിങ്ങിനകത്ത് തന്നെയാണ്, കുഴപ്പമില്ലല്ലേ? ഓക്കെ. ഓവറായിട്ട് ഔട്ട് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി മെക്കാനിക്കിനെ കണ്ട് എന്താണ് കംപ്ലൈന്റ് ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അതായത് ആ ബാക്കിലെ ബുഷുകളൊക്കെ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വ്യത്യാസങ്ങൾ വരാം. ഈ വണ്ടിക്ക് ബാക്ക് അലൈൻമെന്റ് വരുന്നില്ല. അതായത് ക്രോസ് ആണ് ബാക്ക് വരുന്നത്, ക്രോസ് സീസൺ. അത് നമുക്ക് അലൈൻമെന്റ് വരുന്നില്ല ബാക്ക്. ഓക്കെ. അപ്പോൾ അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ പക്ക അലൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ വണ്ടി സൈഡിലായിട്ട് പിടിക്കത്തില്ല അല്ലേ? പിടിക്കത്തില്ല. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു റൈഡിങ് കംഫോർട്ട് കിട്ടും. കോർണറിങ്ങിൻ്റെ എബിലിറ്റി കുറച്ചുകൂടെ കറക്റ്റ് ആകും. അതായത് ഈ മെയിനായിട്ട് അലൈൻമെൻറ്റ് പോയുള്ള പ്രശ്നമാണ് ഈ കോർണറിങ് എബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വെട്ടി വീശി കഴിയുമ്പോൾ റോഡിൻ്റെ പുറത്തേക്കൊക്കെ വണ്ടി പോകും. ഓക്കെ. അപ്പം
അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനം ഒരു 10,000 കിലോമീറ്റർ കൂടുമ്പോൾ അലൈൻ ചെയ്യുക. ടയർ വെട്ടി തേയാതിരിക്കും, നല്ല റൈഡിങ് കംഫോർട്ട് കിട്ടും. പ്രത്യേകിച്ച് ടയർ വെട്ടി ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു കാര്യമുണ്ട്, വീൽ ബാലൻസിങ് ആണ്. അത് വീൽ ബാലൻസിങ്ങിൻ്റെ എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് ഈ ഒരു അറിവ് നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് J3 ടയേഴ്സിലെ നവീനാണ്. നമുക്ക് J3 ടയേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ട്. കാരണം ഇവർ തന്നെയാണ് ഇലക്ട്രിക് ഓട്ടോയുടെ ഡീലർഷിപ്പ് ട്രിവാൻഡ്രത്തിരിക്കുന്നത്. 1 ഇയറോ നമ്മളൊരു 3-4 വീഡിയോ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പം ട്രിവാൻഡ്രത്ത് പേരൂർക്കടയിലുള്ളവർ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് വരുന്നവർക്ക് നിങ്ങൾക്ക് അലൈൻമെൻറ്റ് വാഹനത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ വരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ കറക്റ്റ് പാരാമീറ്റർ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. നമ്മുടെ ഡ്രൈവിങ്ങിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റമെന്ന് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു എന്താ പറയുക ആളും കൂടെയാണ് നവീൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ കാശ് മുടക്കി അലൈൻമെൻറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ അതിൻ്റെ പേപ്പർ മേടിച്ച് വെച്ച് അത് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അലൈൻമെൻറ്റ്സിൻ്റെ പ്രോബ്ലം വരുന്നത് എന്നുള്ളത് ആരും ചോദിച്ച് മനസ്സിലാക്കാറുമില്ല, ഒന്നുമില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ടിയുടെ ടയറിൻ്റെ മൈലേജും അതുപോലെ തന്നെ വണ്ടിയുടെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളും കൃത്യമായിട്ട് ഇരിക്കാനുണ്ട്. കാരണം റോഡുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സാധനമാണ് ടയർ എന്ന് പറയുന്നത്. കാരണം ബാക്കിയുള്ളതെല്ലാം ഈ ടയറിൻ്റെ മുകളിലാണല്ലോ വണ്ടി മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ടയർ കൃത്യമാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവന് വരെ സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അലൈൻമെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പേരൂർക്കടയിൽ J3 ടയേഴ്സിലേക്ക് വരാം. MRFൻ്റെ ഡീലറും കൂടിയാണ്. അപ്പം ഇങ്ങനെ ഒരു അവസരം തന്ന J3 ടയേഴ്സിനുള്ള പ്രത്യേകമുള്ള സ്നേഹം നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റോബ് ഷോയിൽ ധാരാളം വെഹിക്കിൾ റിവ്യൂസും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് ഷോ.